ഏറ്റുമാനൂർ ജനമൈത്രി പോലീസ് സ്റ്റേഷന് മുന്നിൽ വഴിവിളക്കിനടിയിൽ കുത്തിയിരുന്ന യുവതിയുടെ പ്രതിഷേധം. ആലപ്പുഴ സ്വദേശിയായ വക്കീൽ അടക്കമുള്ളവർ ചേർന്ന് നിരന്തരമായി തന്നെ കള്ളക്കേസിൽ കുടുക്കി മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു യുവതി രാത്രിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഡിവൈഎസ്പിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ യുവതി നൽകിയ പരാതികളിൽ അന്വേഷണം നടക്കുന്നതായി പോലീസ് അറിയിച്ചതിനെ തുടർന്ന് രാത്രി തന്നെ യുവതി സമരം അവസാനിപ്പിച്ചു. അതിരമ്പുഴയിൽ റെസ്റ്റോറന്റ് നടത്തിയിരുന്ന മാവേലിക്കര സ്വദേശിനിയായ സോണിയാണ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷന് സമീപമുള്ള തെരുവ് വിളക്കിന് ചുവട്ടിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഫയലുകൾ മുഴുവൻ നിരത്തിയായിരുന്നു സമരം. അതിരമ്പുഴയിൽ സോണിയ നടത്തിയിരുന്ന റെസ്റ്റോറന്റിൽ ചിലർ അതിക്രമം നടത്തിയതായും പോലീസിൽ നിന്നും നീതി ലഭിച്ചില്ലെന്നും ഇവർ പറയുന്നു. അവൻ അങ്ങ് കള്ളക്കേസ് എടുപ്പിക്കുകയും പിന്നെ അടിക്കാൻ ചെന്ന് വെട്ടാൻ ചെന്ന് കുത്താൻ ചെന്ന് CMB ഇട്ട് കേസ് എടുപ്പിക്കുക. എന്നിട്ട് ഇതുപോലെ ഞാൻ ഇവിടെ ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരിക, അവിടെ വന്നു കഴിഞ്ഞിട്ട് അവിടെ ഉള്ളവരെ എല്ലാവരും പോലീസുകാരെ എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുക. ഞാൻ നിരവധി കേസപ്പോൾ അങ്ങനെ എൻ്റെ ഒരു കട വന്ന് നശിപ്പിച്ചു. അതും കഴിഞ്ഞ് ഞാനിവിടെ വന്ന് അതിരമ്പുഴ വന്ന് കടയിട്ട് പുറകിൽ നടന്ന് ദ്രോഹിക്കുക. അപ്പോൾ അത് സമൂഹം അറിയണ്ടേ? എല്ലാം കളവാന്ന് തെളിയിച്ച് കളവാന്ന് എഴുതി തള്ളിയൻ്റെ സംഭവിച്ചിട്ടില്ല. അപ്പം എനിക്ക് സാറിനെ വേണേലും പരാതിപ്പെടുത്താം, ഒരു CMB ഇട്ട് കഴിഞ്ഞാൽ FIR ഇടാം. പക്ഷെ എവിടെ ചെന്നാലും നിങ്ങൾ പ്രതിയല്ലേ? ഇപ്പം തന്നെ ഇവർ തന്നെ വയ്ക്കുന്നില്ല, നിങ്ങൾക്ക് എത്ര കേസുണ്ട്, നിങ്ങൾ പ്രതിയല്ലേ? ഇതേണ്ട എന്ത് കേസാണ്? ഒരു വാദിയല്ല ഒരാളാണ്, ഒരു ഷാജി. ആലപ്പുഴ SP തൊട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. കുമ്പളൂർ ഷാജി എന്നറിയപ്പെടുന്ന മാവേലിക്കരയുള്ള ഒരു ഫ്രോഡ്, ഒരു വ്യാജ വക്കീലാണ്. 32 കേസിലെ വാദിയും 9 കേസിലെ പ്രതിയുമായി ഈ വ്യക്തി. ഇയാളാണ് എൻ്റെ ജീവിതം ഇങ്ങനെ തകർക്കുന്നത്, എന്നെ ഒരു മരണത്തിൽ കൊണ്ടെത്തിക്കുക. ഇപ്പം എല്ലാം സഹിച്ച് ഞാനിവിടെ വന്ന് ഈ അതിരമ്പുഴ. യുവതി നൽകിയ പരാതികളിൽ ഡിവൈഎസ്പിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നതായി പോലീസ് അറിയിച്ചതിനെ തുടർന്ന് സോണിയ രാത്രി തന്നെ സമരം അവസാനിപ്പിച്ചു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.